നമസ്കാരം. കേരള ന്യൂസ് 60 ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആ ബെല്ലൈക്കനിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നു പോകരുതട്ടാ. അതായത് നമ്മളെ സുരേഷ് ഏട്ടൻ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ വന്നാൽ എല്ലാവർക്കും അറിയാലോ, പഞ്ചാബ് ഹൗസിലെ നമ്മുടെ ദിലീപിനെ പുള്ളി മറികടക്കൂട്ടാ. അതായത് മാധ്യമപ്രവർത്തകർ ചോദിച്ചു കന്യാസ്ത്രീയുടെ വിഷയത്തിലും വോട്ട് ഉള്ള വിഷയത്തിലൊക്കെ എന്താണ് സുരേഷ് ഏട്ടൻ നിങ്ങൾക്ക് പറയാനുള്ളതെന്ന്. ഇപ്പൊ സുരേഷ് ഏട്ടൻ പറയാണ് ജപ 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 ജപ. എന്തായാലും സുരേഷ് ഗോപിയുടെ ഓഫീസിന് പുറത്ത്, അതായത് തൃശ്ശൂരിലെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള KV അബ്ദുൽ ഖാദറും അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള ഗ്രീഷ്മയും തീപ്പൊരി എന്ന് പറഞ്ഞാൽ പോരാ, ഒരു ഒന്നൊന്നര പ്രസംഗം കാഴ്ചവെച്ചിട്ടുണ്ട്. അതായത് ആ പ്രസംഗം കേട്ടിട്ട് സുരേഷ് ഗോപി കണ്ടം വഴി ഒരു 3-4 റൗണ്ട് ഓടാനാണ് സാധ്യത. അമ്മാതിരി തീപ്പൊരി പ്രസംഗം. നമുക്കതൊന്ന് 2-3 കേൾക്കാം. അതിലെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. ശേഷം നമ്മുടെ രാഹുൽ ഈശ്വറിനെ പറ്റിയും അതുപോലെ തന്നെ PP ദിവ്യയുടെ ഒരു ട്രോളിനെ പറ്റിയുമൊക്കെ ഈ വിഷയത്തിൽ അവർ നടത്തിയിട്ടുള്ള ചില പ്രതികരണങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കാനുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മാധ്യമങ്ങളിലൂടെ കൃത്യമായി പുറത്തു വരുന്ന വാർത്ത ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അത് സുരേഷ് ഗോപി തൃശൂർ എടുത്തതല്ല, മോഷ്ടിച്ചതാണ് എന്നാണ് ആ കാര്യം. കള്ളനായ ഒരാളാണ് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിന്റെ MP ആയി നടക്കുന്നത് എന്നുള്ളത് ഈ സാംസ്കാരിക നഗരിക്ക് അപമാനകരമായ കാര്യമാണ്. ഈ സമരത്തിലൂടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ നിരവധി ആളുകൾ പ്രതികരിക്കുന്നത്, ആ മാധ്യമ വാർത്തകൾ കാണുന്ന ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്ന കാര്യം, മിസ്റ്റർ സുരേഷ് ഗോപി നിങ്ങൾ MP സ്ഥാനം രാജിവെക്കണം എന്ന ആവശ്യമാണ്. ജനാധിപത്യത്തെ കുറിച്ച് വലിയ വായിൽ സംസാരിക്കുന്നവരാണ് പലപ്പോഴും RSSകാരും BJPക്കാരും. ഇവിടെ ജനാധിപത്യത്തെ നഗ്നമായി വകവരുത്തിയ അനുഭവമാണ് നമ്മുടെ മുന്നിലുള്ളത്. വോട്ടർ പട്ടിക ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് കള്ളവോട്ടുകൾ ചേർത്തുകൊണ്ട് ഉണ്ടാക്കിയ എന്ന പ്രയോഗമാണ് ശരി. ഇവിടത്തെ വോട്ടർ പട്ടിക നോക്കൂ. തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ RSSന്റെ ആലത്തൂരിലെ പ്രമുഖനായ നേതാവ് ഷാജിക്ക് എങ്ങനെയാണ് വോട്ട് വന്നത്? ഷാജി ആലത്തൂരിൽ താമസിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ആലത്തൂരിലെ ആ മണ്ഡലത്തിലെ പ്രമുഖനായിട്ടുള്ള ചേലക്കരയിലെ പ്രമുഖയായ BJP നേതാവാണ്. അതിനവർക്ക് സ്വാതന്ത്ര്യമുണ്ട്, അവിടെ അവരുടെ വോട്ടുണ്ട്. അതേസമയം തൃശൂർ നഗരത്തിൽ ഷാജി ഇപ്പൊ പറയുന്നു എനിക്കറിയില്ല എന്റെ പേര് എങ്ങനെ വന്നു എന്ന്. മലപ്പുറത്തെ പ്രമുഖനായ BJP നേതാവ് ഉണ്ണികൃഷ്ണന് തൃശൂർ മണ്ഡലത്തിൽ വോട്ട് ഇതെങ്ങനെ വന്നു? വോട്ട് ചേർക്കുന്നത് ആകാശത്ത് നിന്ന് പൊട്ടി വീഴുന്ന ഒരു സംഗതിയല്ലല്ലോ. അത് കൃത്യമായ പദ്ധതികളുടെ ഭാഗമായിട്ട് വന്നതാണ്. ഒരു കാര്യം ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കണം. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന പ്രക്രിയ, ആ പ്രക്രിയ കഴിഞ്ഞ് ഇലക്ഷന് ഏതാണ്ട് 8-9 ദിവസം ബാക്കി നിൽക്കെ അന്തിമമായ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോഴാണ് ഈ കള്ള വോട്ടുകൾ വ്യാപകമായി ചേർക്കപ്പെട്ടതായി കാണുന്നത്. അന്ന് ഞങ്ങൾ ഇപ്പോഴല്ല, 2024 ഈ പട്ടിക വന്നപ്പോൾ പൂങ്കുന്നത്ത് ഇതിനെതിരായ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് സഖാവ് PK ഷാജൻ ഉൾപ്പെടെയുള്ള തൃശൂർ ഏരിയയിലെ CPIM-ന്റെയും LDF-ന്റെയും നേതാക്കളാണ്. യൂട്യൂബിൽ അത് ലഭ്യമാണ്. ഇന്നലെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് അത് വരികയുണ്ടായി. ഞങ്ങൾ അന്ന് മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. 100 കണക്കിന് വോട്ട് നഗരത്തിലെ ഫ്ളാറ്റുകളുടെ മറവിൽ ചേർത്തിട്ടാണ്, അത് ജനാധിപത്യത്തെ അട്ടിമറിച്ചിട്ടാണ് BJP ഇത്തരത്തിലൊരു വിജയം നേടിയത് എന്ന് പറയുമ്പോൾ അവർക്ക് അഭിമാനിക്കാൻ എന്താണുള്ളത്? ഒരു പോരാട്ടത്തിലൂടെ, ജനാധിപത്യ പോരാട്ടത്തിലൂടെയാണ് തെരഞ്ഞെടുപ്പിൽ ജയിക്കേണ്ടത്. കള്ളവോട്ടുകൾ ചേർത്തുകൊണ്ട്, ഇല്ലാത്ത വോട്ടുകൾ ചേർത്തുകൊണ്ട് എങ്ങനെയാണ് ഇത്തരത്തിൽ ജനാധിപത്യത്തെ അവർ അട്ടിമറിക്കുന്നത് എന്ന് നമ്മുടെ മുന്നിലുള്ള സംഭവങ്ങൾ വ്യക്തമാക്കുകയാണ്. ഇവിടെ ഈ നാട്ടിലെ പൗരബോധം നശിച്ചിട്ടില്ലാത്ത, ജനാധിപത്യ ബോധമുള്ള മുഴുവൻ ആളുകളോടും ഞങ്ങൾ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്, ഈ കള്ളക്കളി നിങ്ങൾ തിരിച്ചറിയണം.
ഒരു MP എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചെല്ലാം നമ്മൾ നിരവധി കാര്യങ്ങൾ വിമർശനാത്മകമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത്രയും ദിവസമായിട്ട് മാധ്യമങ്ങൾ ഈ വാർത്ത ഫ്ലാഷ് ചെയ്യാണ്. ഇതേക്കുറിച്ച് എന്തെങ്കിലും ഒരു പ്രതികരണം അദ്ദേഹം പറയണ്ടേ? അടിയന്തരാവസ്ഥ കാലത്ത് വൈലോപ്പള്ളി എഴുതിയതുപോലെ മിണ്ടുക മഹാമുനെ എന്നാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് സുരേഷ് ഗോപിയോട് ആവശ്യപ്പെടാനുള്ളത്. കന്യാസ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമം ഉണ്ടായപ്പോൾ അതേക്കുറിച്ച് പ്രതികരണം ആരാഞ്ഞുകൊണ്ട് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ സമീപിച്ചപ്പോൾ പറഞ്ഞത് എന്താ? മാറൂ, പോലീസിന്റെ എന്റെ വഴി ക്ലിയർ ചെയ്യൂ എന്നാണ്. ജനാധിപത്യ വ്യവസ്ഥയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണെങ്കിൽ, ജനങ്ങളോട് പ്രതിപത്തിയുള്ള ഒരാളാണെങ്കിൽ അത്തരത്തിൽ ഒരിക്കലും സുരേഷ് ഗോപി പ്രതികരിക്കുമായിരുന്നില്ല. കന്യാസ്ത്രീകളെ ആക്ഷേപിച്ചു. ഇവിടെ പല BJP നേതാക്കളും അരമനകൾ കയറിയിറങ്ങി. പക്ഷേ സുരേഷ് ഗോപി അതേക്കുറിച്ചൊന്നും മിണ്ടിയില്ല. എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? അദ്ദേഹത്തിന് ബാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ നാട്ടിൽ എന്തെല്ലാം പ്രചരണങ്ങളാണ് നടത്തിയത്. ഞാൻ ജയിച്ചാൽ എനിക്ക് ചുറ്റും എത്ര വകുപ്പാണ്? 10 വകുപ്പുകൾ, മന്ത്രാലയങ്ങൾ, അതൊക്കെ എന്റെ സേവനത്തിന് വേണ്ടി ഉണ്ടാകും. ഞാനൊന്ന് വിരൽ ഞൊടിച്ചാൽ ഈ ഇന്ത്യയിൽ നടക്കാത്ത കാര്യമൊന്നുമില്ല. കാരണം എന്റെ മകളുടെ കല്യാണത്തിന് വന്നത് ആരാ? പ്രധാനമന്ത്രിയാണ്. അപ്പൊ പാവപ്പെട്ട ചില ആളുകളൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും. ഇന്നിപ്പോ അവരെല്ലാം നോക്കിക്കാണുകയാണ്. ജനാധിപത്യ വ്യവസ്ഥയിലെ ഒരു കറുത്ത പുള്ളിയായി ശ്രീ സുരേഷ് ഗോപി ഇന്ന് മാറിയിരിക്കുകയാണ്. അപമാനകരം എന്നല്ലാതെ മറ്റെന്താണ് അങ്ങയെക്കുറിച്ച് പറയാൻ കഴിയുക? തൃശൂർ ഞാനിങ് എടുക്കുക എന്ന് പറഞ്ഞാണ് സുരേഷ് ഗോപി വന്നത്. തൃശൂർ എടുക്കാനും പറ്റിയില്ല, ഈ തൃശ്ശൂരുകാര് കൊടുത്തുമില്ല. അപ്പൊ പിന്നെ തൃശ്ശൂര് കട്ടെടുക്കുക എന്ന് പറയുന്ന ഏറ്റവും ഹീനമായിട്ടുള്ള മാർഗമാണ് സുരേഷ് ഗോപി ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. മുമ്പ് ഇവിടെ സൂചിപ്പിച്ചല്ലോ, മാതാവിന് സ്വർണ്ണ കിരീടം കൊടുക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞ് ചെമ്പിന്റെ കിരീടം കൊടുത്ത് പറ്റിച്ച ആളാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ തൃശ്ശൂർക്കാരെയും മലയാളികളെയും കേരളക്കാരെയും ഒന്നാകെ തന്നെ വലിയ രീതിയിൽ വഞ്ചിച്ചുകൊണ്ട് ചെമ്പ് ഗോപി എന്ന് പറയുന്ന പേര് അക്ഷരാർത്ഥത്തിൽ അദ്ദേഹത്തിന് ചാർത്തി കൊടുക്കേണ്ട സ്ഥിതിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. സുരേഷ് ഗോപിയുടെ ചെമ്പ് ഇവിടെ പുറത്തായി കഴിഞ്ഞിരിക്കുകയാണ്. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, മറ്റു പല ആളുകളുടെയും വോട്ട് മാത്രമല്ല ചേർത്തിട്ടുള്ളത്. സുരേഷ് ഗോപിയുടെ വീട്ടിൽ നിന്ന് മാത്രം 11 വോട്ടുകളാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ചേർത്തിയിട്ടുള്ളത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് സുരേഷ് ഗോപിയുടെ ഭാര്യയും മക്കളും മാത്രമല്ല, സുരേഷ് ഗോപിയുടെ സഹോദരങ്ങളും അവരുടെ ഭാര്യമാരും മറ്റു ബന്ധുക്കളും ഉൾപ്പെടെയുള്ള ആളുകളെ എല്ലാം തന്നെ പേര് ചേർത്തി കഴിഞ്ഞിരിക്കുക. സുരേഷ് ഗോപിയുടെ സിനിമാ മേഖലയിലും അതുപോലെ തന്നെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചും പ്രവർത്തിക്കുന്ന ഡ്രൈവർ അജയ് പ്രസാദ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഉൾപ്പെടെ തൃശൂർ പൂങ്കുന്നത്തെ ക്യാപിറ്റൽ വില്ലേജിൽ അടക്കം വോട്ട് ചേർത്തിക്കൊണ്ട് ഒരു വീട്ടിൽ തന്നെ 20ഓളം വരുന്ന വോട്ടുകൾ ചേർക്കുന്ന രീതിയിലേക്ക് ഈ രാജ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MP തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ജനാധിപത്യ വ്യവസ്ഥയെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കേട്ടല്ലോ, ഇമ്മാതിരി പ്രതികരണം നടത്തിയിട്ട് പോലും സുരേഷ് ഗോപി ഒരു അക്ഷരം മിണ്ടിയില്ല എന്നുള്ളതാണ്. ഇന്നലെ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, പേടിയാണോ സുരേഷ് ഗോപി താങ്കൾക്ക് ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ എന്ന് ചോദിച്ചിട്ട് പോലും സുരേഷ് ഗോപി ഒരു അക്ഷരം പോലും മിണ്ടിയില്ല എന്നുള്ളതാണ്. മാധ്യമപ്രവർത്തകർ മുഴുവൻ നേരവും ഇന്നലെ സുരേഷ് ഗോപിയുടെ ഒപ്പം ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം നൽകുമെന്ന് പ്രതീക്ഷിച്ചു. ഇല്ല. ഗുരുതരമായിട്ടുള്ള ആരോപണമല്ലേ ഉയർന്നു വന്നിട്ടുള്ളത് സുരേഷ് ഗോപിക്കെതിരെ, അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെ, അദ്ദേഹത്തിന്റെ സഹോദരനെതിരെ. ഇരട്ട വോട്ട്, അതുപോലെ തന്നെ ഒരുപാട് കള്ള വോട്ടുകൾ ചേർത്തു എന്നുള്ള വളരെ ദുരൂഹമായിട്ടുള്ള ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ ഉത്തരം പറയേണ്ടത് സുരേഷ് ഗോപി തന്നെയാണ്. ആ ദുരൂഹതയുടെ ചുരുളഴിക്കേണ്ടതുണ്ട്. പക്ഷെ സുരേഷ് ഗോപി ഒരു അക്ഷരം മിണ്ടുന്നില്ല. സുരേഷ് ഗോപി ആ വിഷയത്തിൽ ഒരു പ്രതികരണമേ രേഖപ്പെടുത്തുന്നില്ല. സുരേഷ് ഗോപി ഇങ്ങനെ മുങ്ങി എവിടം വരെ പോകും? എന്തായാലും ലോകസഭയിൽ പൊങ്ങണമല്ലോ. അങ്ങനെ സഭയിൽ പൊങ്ങുമ്പോൾ എന്തായാലും ഈ വിഷയം അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോ സുരേഷ് ഗോപിന്റെ അടുത്ത് രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ UDF-ന്റെയും LDF-ന്റെയും MP-മാരും എന്തായാലും തീപ്പറി ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അവിടെയും ഈ പറയുന്നത് പോലെ ഡെസ്കിനടിയിൽ കയറി ഒളിച്ചിരിക്കുമോ എന്തോ. ഇനി PP ദിവ്യയുടെ ഒരു FB പോസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ. കൈരളി ചാനൽ ഇന്നലെ ഗംഭീരമായിട്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഒരു വാർത്ത ഇട്ടിട്ടുണ്ടായിരുന്നു. വാർത്തയുടെ സ്ക്രീൻഷോട്ട് സഹിതം എടുത്തുകൊണ്ടാണ് PP ദിവ്യ നമ്മുടെ സുരേഷ് ഗോപിയെ ട്രോളിയിട്ടുള്ളത്. ആ വാർത്തയുടെ തംബ്നെയിൽ ഞാനൊന്ന് വായിക്കാം. ഗോപി മഞ്ചൂരിയൻ തയ്യാറാക്കാൻ ഉള്ളി അരിഞ്ഞ് വഴറ്റണോ?
ഗോപി മഞ്ചൂരിയനിൽ ഉള്ളി വഴറ്റിയിട്ടാൽ എന്താകും എന്നാണ് ആ വാർത്തയുടെ ഹെഡിങ്ങും തംബ്നെയിലും ഒക്കെ. അപ്പോ പി ദിവ്യ എങ്ങനെയാണ് ഇനി ഗോപിയെ ട്രോളുന്നത്? ഈ സമയത്ത് തന്നെ ഗോപി മഞ്ചൂരിയൻ ഉള്ളി വഴറ്റണോ? ഈ കൈരളിയുടെ ഒരു കാര്യം, ഗോപിയും ഉള്ളിയും കുഴഞ്ഞ് ആകെ നാശമായി കിടക്കുവല്ലേ എന്നാണ് പി ദിവ്യ ചോദിക്കുന്നത്. സത്യമായിട്ടും അങ്ങനെയാണ് ഇപ്പൊ കിടക്കുന്നത്. എന്നാലും ആസ്ഥാനത്തായി പോയി കൈരളി എന്ന് പറയാതെ വയ്യ. ശേഷം ഇന്നലെ വൈകുന്നേരം ഞാൻ മീഡിയ 1 ചാനലിൽ ഒരു ഡിബേറ്റ് കാണുന്ന സാഹചര്യം ഉണ്ടായിട്ടോ. സത്യത്തിൽ ഡിബേറ്റ് കണ്ടപ്പോൾ ചിരി വന്നു പോയി. വേറൊന്നുമല്ല, രാഹുൽ ഈശ്വർ ഒരു പ്രതികരണം രേഖപ്പെടുത്തുകയാണ്. സുരേഷ് ഗോപിനെ കള്ളൻ എന്ന് വിളിക്കരുത്, അദ്ദേഹത്തെ അധിക്ഷേപിക്കരുത്, ജനങ്ങൾക്കിടയിൽ വളരെ സ്വാധീനമുള്ള ഒരു മനുഷ്യനാണ് സുരേഷ് ഗോപി, ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ആളാണ് സുരേഷ് ഗോപി എന്നൊക്കെ ഈ രാഹുൽ ഈശ്വർ പറയുകയാണ്. രാഹുൽ ഈശ്വറെ, അതായത് നടനായിട്ടുള്ള സുരേഷ് ഗോപിയോടല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം ചോദിക്കുന്നത്. നടനായിട്ടുള്ള സുരേഷ് ഗോപി ഒരു പ്രതികരണം രേഖപ്പെടുത്തണമെന്നല്ല പറയുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തണമെന്നാണ് പറയുന്നത്. സുരേഷ് ഗോപിയുടെ വിജയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. കള്ളവോട്ട്, വ്യാജ വോട്ട്, ഇതൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ വിഷയത്തിൽ ഒരു പ്രതികരണം BJP-കാരനായ MP ആയിട്ടുള്ള, അതായത് തൃശ്ശൂരിലെ MP ആയിട്ടുള്ള കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി പറയണമെന്നാണ് പറയുന്നത്. പിന്നെ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയെ ഒരു നടൻ എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അത് എല്ലാവർക്കും ഇഷ്ടമാണ്. അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ നമ്മുടെ പല ഫേവറേറ്റ് സിനിമകളുടെ ലിസ്റ്റിലൊക്കെ കയറി പറ്റിയിട്ടുള്ള സിനിമകളാണ്. പിന്നെ രാഹുൽ ഈശ്വരെ ഇരുന്ന് വെളുപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. ആ ചർച്ചയിൽ വലത് നിരീക്ഷകൻ എന്ന പാനലിലൊക്കെയാണ് രാഹുൽ ഈശ്വറൊക്കെ ഇരുന്ന് കണ്ടത്. രാഹുൽ ഈശ്വറെ, താങ്കൾ എന്താണ് പറയുന്നതെന്നും താങ്കൾ എന്താണ് പറഞ്ഞു വെളുപ്പിക്കാൻ ശ്രമം നടത്തുന്നതെന്നും താങ്കളുടെ അജണ്ട എന്താണെന്നും താങ്കളുടെ രാഷ്ട്രീയം എന്താണെന്നും ഒക്കെ ഓരോ വിഷയത്തിലും വ്യക്തമായി തന്നെ ഞങ്ങൾക്കൊക്കെ മനസ്സിലാകുന്നുണ്ട്. കേട്ടോ, രാഹുൽ ഈശ്വർ ജി എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇനി സുരേഷ് ഗോപി വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയും എത്ര നാൾ മിണ്ടാതെ മൗനവ്രതത്തിൽ നടക്കും? എന്തായാലും മൂപ്പര് പഞ്ചാബി ഹൗസിന്റെ സെക്കൻഡ് പിടിക്കുന്നുണ്ടെങ്കിൽ പരിഗണിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. എന്തായാലും ദിലീപിന് പകരം നമ്മുടെ ആ വേഷം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് സുരേഷ് ഗോപി. ഛപ 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 എന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഇപ്പൊ സുരേഷ് ഗോപിയുടെ ഈ മൗനം കണ്ടിട്ട് നമ്മുടെ നാട്ടുകാരൊക്കെ മൂപ്പരുടെ സിനിമയിലെ തന്നെ ഒരു ആക്ഷനാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സാധനം കേട്ടോ. എന്തായാലും കേന്ദ്രമന്ത്രി എന്ന നിലയിൽ, MP എന്ന നിലയിൽ സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന മൗനം ഒരു സമ്മതമാണോ? അതായത് ഇതെല്ലാം ശരിയാണെന്ന് വെക്കുന്നതാണോ എന്ന് പോലും സംശയിച്ചാൽ തെറ്റു പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു പ്രതികരണം രേഖപ്പെടുത്താമല്ലോ. മാധ്യമപ്രവർത്തകരായിട്ടുള്ള മാധ്യമപ്രവർത്തകർ മുഴുവൻ ഒരു രാവിലെ മുതൽ രാത്രി വരെ ഇദ്ദേഹത്തിന്റെ പുറകെ നടന്നിട്ടും അയാൾ ആ വിഷയത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തുന്നില്ലെങ്കിൽ അയാൾക്ക് ഭയം തന്നെയാണ്, അയാൾക്ക് പേടി തന്നെയാണ്, അയാൾ മുങ്ങി നടക്കുകയാണ്. അയാൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരണം രേഖപ്പെടുത്താൻ പേടിയാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത്.